ഇതൊരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ. ഇതിപ്പോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നല്ല ആലോചിക്കുന്നത്. നമ്മുടെ ബ്രൊക്കോളി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ഹാഫ് വേവ് ആക്കിയെടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ച് കഷ്ണങ്ങളാക്കി, അത് വലിയതായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രൊക്കോളി അങ്ങനെ നമ്മൾ മേടിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഞാനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മൾ ബ്രൊക്കോളി അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ഞാൻ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പച്ചമുളക് ഇടുന്നവർക്ക് ഇടാം. ഞാൻ പിന്നെ ഇവിടെ നല്ല എരിവുള്ള മുളകാണ് ഉള്ളത്. അപ്പം ലക്ഷുവിന് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രൊക്കോളിനെ കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പച്ച ചവയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ